നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ജൂൺ ജൂലൈ മാസത്തിലേക്ക് സ്കൂൾ അവധി സമയമാറ്റത്തിൽ പ്രതികരണം തേടി ദൃശ്യ ന്യൂസ് ക്യാമ്പയിൻ. പ്രതികരിച്ച വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ വിദഗ്ധരും. ജനങ്ങൾക്കും പ്രതികരിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ കാറുമായി മരണപ്പാച്ചിൽ നടത്തിയ വിദ്യാർത്ഥി. മദ്യലഹരിയിൽ നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ KSU നേതാവായ പള്ളിക്കത്തോട് സ്വദേശി ജൂബിൻ ജേക്കബിനെതിരെ കേസെടുത്തു പോലീസ്. റോഡിലെ വെള്ളക്കെട്ടിൽ ഇറങ്ങിക്കിടന്ന് കുളിച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പ്രതിഷേധം. സംഭവം ചങ്ങനാശ്ശേരി വാകത്താനം ഗ്രാമപഞ്ചായത്തിൽ. 14-ാം വാർഡ് മെമ്പർ രമേശ് നടരാജനാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ജൂൺ ജൂലൈ മാസത്തിലേക്ക് സ്കൂൾ അവധി സമയമാറ്റത്തിൽ പ്രതികരണം തേടി ദൃശ്യ ന്യൂസ് ക്യാമ്പയിന് തുടക്കമായി. പല സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാഞ്ഞിരപ്പള്ളി നൂറുൽ ഹുദ അറബിക് UP സ്കൂൾ, കൂത്താട്ടുകുളം ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ കുട്ടികളും അധ്യാപകരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ലിങ്ക് ദൃശ്യ ന്യൂസ് വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ പഠന സാഹചര്യം അനുസരിച്ച്, ചൂടും കാലാവസ്ഥയനുസരിച്ച് ഏപ്രിൽ മെയ് അവധി തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഏപ്രിൽ മെയ് തന്നെയാണ് അവധിക്ക് ഏറ്റവും അനുയോജ്യമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ ഉള്ളത് കൊണ്ട് ജൂൺ ജൂലൈ അവധി വേണമെന്നാണ്. പിന്നെ ചൂടിൻ്റെ പ്രശ്നമുണ്ട് പിള്ളേർക്ക്. ഏപ്രിലൊക്കെ ഭയങ്കര ചൂടല്ലേ, മഴയായാലും മഴയത്തൊക്കെ ഇരിക്കാൻ പഠിച്ചാൽ നല്ല രസമാണല്ലോ, ചൂടത്ത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. ജൂൺ ജൂലൈയിൽ തന്നെ അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കണം. കാരണം മഴ കാരണം പല കുട്ടികളുടെയും യൂണിഫോം ഉണങ്ങുന്നില്ല എന്ന പരാതി കൊണ്ട് അവർ സ്കൂളിൽ വരാതിരിക്കുന്നു, കളർ ഡ്രസ് ഇടുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇവിടുന്ന് മലയോര മേഖലകളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. അപ്പം അവർക്ക് ഈ മഴക്കെടുതി കൊണ്ട് സ്കൂളിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെയാണ് അവധി പ്രഖ്യാപിക്കേണ്ടത് ഏറ്റവും ഉചിതമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. നമുക്ക് വേനൽക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ചൂട് സംഭവമൊക്കെ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ 100-500 പിള്ളേരുള്ള സ്കൂളായത്. അപ്പം എല്ലാവരും തിങ്ങിനിറങ്ങിയിരിക്കുമ്പം ഭയങ്കര ചൂടായിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം തന്നെയാണ് ഇഷ്ടം. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ കാറുമായി മരണപ്പാച്ചിൽ നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥി മദ്യലഹരിയിലായിരുന്നുവെന്നും മദ്യക്കുപ്പി വാഹനത്തിൽ നിന്നും കണ്ടെടുത്തുവെന്നും പോലീസ് അറിയിച്ചു. കാർ ഓടിച്ച CMS കോളേജ് വിദ്യാർത്ഥിയും പള്ളിക്കത്തോട് സ്വദേശിയുമായ ജൂബിൻ ജേക്കബിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. യുവാവ് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ റോഡിലെ വെള്ളക്കെട്ടിൽ ഇറങ്ങിക്കിടന്ന് കുളിച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പ്രതിഷേധം. ചങ്ങനാശ്ശേരി വാകത്താനം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പർ രമേശ് നടരാജനാണ് മണികണ്ഠപുരം പോലീസ് സ്റ്റേഷന് മുൻപിലെ റോഡിൽ ചെളി നിറഞ്ഞ വെള്ളക്കെട്ടിൽ ഇറങ്ങി കുളിച്ച് പ്രതിഷേധിച്ചത്. വാകത്താനം ഉണ്ണാമറ്റം കറുകച്ചാൽ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് 14-ാം വാർഡ് മെമ്പർ രമേശ് നടരാജൻ ഒറ്റയാൾ സമരവുമായി രംഗത്ത് വന്നത്. മണികണ്ഠപുരം പോലീസ് സ്റ്റേഷന് മുൻപിലെ റോഡിൽ ചെളി നിറഞ്ഞ വെള്ളക്കെട്ടിലിറങ്ങി കുളിച്ചാണ് അദ്ദേഹം പ്രതിഷേധിച്ചത്. ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് അപകടങ്ങൾ പതിവായിരുന്നു. വാകത്താനം ഗ്രാമപഞ്ചായത്തിലെ 13-14 വാർഡുകളുടെ അതിർത്തിയിലാണ് റോഡ്. വാഹനങ്ങൾ പോകാൻ പോലും പറ്റാത്ത വിധം റോഡിൽ കുഴിയും വെള്ളക്കെട്ടുമായി മാസങ്ങളായി. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്തതിനാലാണ് വെള്ളക്കെട്ടിൽ കുളിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതെന്ന് രമേശ് നടരാജൻ പറഞ്ഞു. നാളുകളായി ഈ അവഗണന തുടങ്ങിയിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2 വാർഡുകളാണ് 13ഉം 14ഉം എന്ന് പറയുമ്പോൾ ഞാനൊരു സാധാരണക്കാരായ പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഇതിലെ പോകുന്ന ഈ ബാബുച്ചേട്ടൻ അടക്കമുള്ള ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യാൻ പറ്റും ഇല്ലേ, ഈ ചേട്ടൻ ചോദിച്ചിട്ട് എന്നോട്. അപ്പം ഞാൻ അവരോടും പരാതി പറഞ്ഞത്, ഞാൻ അവരോട് പറഞ്ഞ പരിഭവം, ഇതിന് നമ്മൾ
PWD ആയി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ കൊടുക്കുന്നുണ്ട്. ആ പരാതികൾ ഇന്ന് വരെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് PWD അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മിനിഞ്ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 2 ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഉടനെ അത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നാളിതുവരെയായിട്ട് ഇതിന് നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുവാനുള്ള തീരുമാനമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും അതേപോലെ തന്നെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഇവിടുത്തെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പൊതുജനങ്ങളുടെ വിഷയമായി ബന്ധപ്പെട്ടുണ്ടോ ഓട്ടോറിക്ഷ സ്കൂൾ ബസ്സിലെ പിള്ളേരെ പോകണം എങ്ങനെ പോകും? ഈ ഓട്ടോറിക്ഷ എങ്ങനെ ഒരു ബൈക്ക് എടുത്ത് ഓട്ടോറിക്ഷ എങ്ങനെ പോകും? ഇതിലെ എത്ര നാളുകളായി ഇതിലെ ഈ ആളുകൾ വരുന്നു വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക് സഞ്ചരിക്കുവാൻ. അത്ര വലിയൊരു വിഷയമുണ്ടായിട്ടും ഈ മരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഒരു കത്ത് പോലും അയച്ചിട്ടുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു ചെയ്യും നാളെ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? നാളെ ഇതുവരെ വരുവാനുണ്ടല്ലോ. ഇതുകൊണ്ടോ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പോകുന്നൊരു വഴിയാണിത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെടണം. അതിന് ശാശ്വതമായ ഒരു നടപടി ഉണ്ടാവണം. ഈ ഒരു റോഡിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നവിടെ ഞാനിവിടെ ഉണ്ടാകും. ഓക്കെ, പോലീസിനെ വിളിക്കുകയോ ആരെ വിളിക്കുകയോ ചെയ്തു ഞാൻ ആ കാര്യം തീരുമാനിച്ചു. എടുത്തോ. ഒരു പ്രശ്നം ചേട്ടാ, ഒരു പ്രശ്നം നിങ്ങളുടെ ഒന്നും തെറിയാൻ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഞാനിതിനെ പോകുമ്പം ഈ പറയുന്ന ബാബുച്ചേട്ടൻ നിങ്ങളെല്ലാം എന്നെ ചീത്ത വിളിക്കുന്നില്ലേ? ഇല്ലേ? ഈ വഴിയെല്ലാം നന്നാക്കുന്ന എല്ലാവരും ചീത്ത വിളിക്കല്ലേ? അരമണിക്കൂറോളം പ്രതിഷേധം തുടർന്നു. സമരത്തിന് പിന്തുണയുമായി ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം PK മജു എന്നിവർക്കൊപ്പം നാട്ടുകാരും എത്തി. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നീണ്ടുപോകുന്നതിനാലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, ജലജീവൻ മിഷൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനകം വെള്ളക്കെട്ട് ഒഴിവാക്കി നൽകാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ഇവിടെ ഈ അവസ്ഥയിലായിട്ട് കുറേ നാളായി. ഞങ്ങളെല്ലാവരും നിരവധി തവണ PWD ചങ്ങനാശ്ശേരിയെയും അതുപോലെ വാട്ടർ അതോറിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടു. ആരും ഇതിന് ഒരു നീക്കുപോക്കുണ്ടാക്കിയില്ല. അവർ പറയും, ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് PWD പറയും ഇത് വാട്ടർ അതോറിറ്റി കൈമാറിയ റോഡാണെന്ന്. വാട്ടർ അതോറിറ്റി പറയും ഇത് ഞങ്ങളുടെ പണി തീർന്നില്ല. ഞങ്ങൾക്ക് കുടിവെള്ളത്തിനൊക്കെ ആവശ്യം ഇപ്പോൾ സഞ്ചരിക്കുന്ന സഞ്ചാരയോഗ്യമായ ഒരു വഴിയാണ്. അതിൻ്റെ കുടിവെള്ളക്കാരുടെ ആവശ്യമാണ്. കുടിവെള്ളം നടക്കില്ല, അത് കളിപ്പീരാണെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. ജലജീവൻ പദ്ധതി ഈ 27 പോയിട്ട് 30 പോലും നടപ്പിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജലജീവൻ്റെ വെള്ളം വേണ്ട, ഞങ്ങളല്ലാതെ വെള്ളം എങ്ങനെയും കുടിച്ചോളാം, അല്ലെങ്കിൽ റോഡിലെ വെള്ളമാണെങ്കിലും ഞങ്ങൾ കുടിച്ചോളാം. പക്ഷേ ഞങ്ങൾക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കി കിട്ടാൻ വേണ്ടി ഇപ്പം ഞാൻ PWDയെ വിളിച്ചു, വാട്ടർ അതോറിറ്റിയെ വിളിച്ചു. 2 ദിവസത്തേക്കകം ഇത് PWDക്ക് കൈമാറാമെന്നുള്ള ഉറപ്പിൽ ഇപ്പോൾ മെമ്പർ ഈ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇനി ഇതിന് താമസം ഉണ്ടായാൽ ഞങ്ങൾ നേരെ വാട്ടർ അതോറിറ്റിയിലെ കാണാൻ പോകും. സമരമൊക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ സമരം നടത്തി കാര്യങ്ങൾ നടത്തി എടുത്തിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ സാധാരണ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്ഥിരം പോയി സമരം ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് അവർക്കാണ് നാണക്കേട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിനു മുന്നിൽ സമരം നടത്താനാണ് ജനപ്രതിനിധികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പെരുന്തുരുത്തി ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ വാകത്താനം നാലിയേക്കുഴി കവലയ്ക്ക് സമീപം ഇലവക്കോട്ടയിൽ കലുങ്കിന് സമീപം രൂപപ്പെട്ട വലിയ കുഴികളിൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ അറ്റകുറ്റപ്പണി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതായി. 1 മാസം മുൻപ് കുഴികളിൽ ഇട്ടുമൂടിയ ടാറിങ് GSP മിശ്രിതം മഴയിൽ ഒലിച്ചുപോയി. അതേസമയം നാലിയേക്കുഴി പുതുപ്പള്ളി റോഡിൽ പരിപാലന സ്കൂളിന് മുൻവശം വളവിൽ രൂപപ്പെട്ട കുഴികളും അപകടക്കെണിയാവുകയാണ്. മണർകാട് പെരുന്തുരുത്തി ബൈപ്പാസ് റോഡിൽ ഞാലിയകുഴി കവലയ്ക്കും ഉണ്ണാമറ്റം കവലയ്ക്കും ഇടയിലുള്ള ഇലവക്കോട്ടയിൽ കലുങ്കിന് സമീപം വളവിൽ രൂപപ്പെട്ട വലിയ കുഴികൾ 1 മാസം മുൻപ് ദൃശ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിറ്റേന്ന് തന്നെ പൊതുമരാമത്ത് വകുപ്പ് നടപടിയെടുത്തു. എന്നാൽ നടത്തിയ കുഴിയടക്കൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതായി. കുഴികൾ മൂടിയ GPS മിശ്രിതം മഴയിൽ ഒലിച്ചുപോയി വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. മഴ പെയ്താൽ റോഡിലൂടെ വെള്ളം പരന്നൊഴുകും. കുഴിയെറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. അതേസമയം ഞാലിയാകുഴി പുതുപ്പള്ളി റോഡിൽ പരിപാലന സ്കൂളിന് മുൻവശം വളവിൽ രൂപപ്പെട്ട കുഴികളും അപകടക്കെണിയാകുകയാണ്.
ഇരുചക്ര വാഹനങ്ങളിൽ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുമായി എത്തുന്ന രക്ഷിതാക്കൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. റോഡിൻ്റെ ഒരു വശത്തുള്ള ഓടയിൽ ചെളിയും മണ്ണും നിറഞ്ഞ് കാടുകയറിയ നിലയിലാണ്. ഓടയിലൂടെ ഒഴുകേണ്ട വെള്ളം റോഡിലൂടെ പരന്നൊഴുകുന്നതാണ് റോഡ് തകരാൻ കാരണമായതെന്ന് വാർഡ് മെമ്പർ PK മജു പറഞ്ഞു. പരിപാലന സ്കൂളിനോട് ചേർന്ന് ഈ PWD വഴി കുഴിയായിട്ട് 3 മാസത്തോളമേ മേളിലായി. ഇത് പരാതി ഞങ്ങൾ പല പ്രാവശ്യമായി PWD ഓഫീസിൽ പറയുകയും അതിന് ഒരു ശാശ്വത പരിഹാരം ഒന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ 250 കുട്ടികൾ ഈ പരിപാലന സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൽ രാവിലെയും വൈകുന്നേരവും മാതാപിതാക്കൾ ഈ കുട്ടികളെ ആയിട്ട് വന്ന് ഈ കുഴികളിൽ വീണ് പലപ്പോഴും പല അപകടങ്ങളുണ്ടായി. പല മാതാപിതാക്കൾ കാലുമൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിലൊക്കെ ചികിത്സയിൽ കഴിയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ PWDയുടെ ഈ അനാസ്ഥ ഈ വാകത്താനം പഞ്ചായത്തിൻ്റെ പല മേഖലയിലുള്ള PWDയുടെ റോഡുകളെല്ലാം താറുമാറായി കിടക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കണം. പരാതികൾ നൽകിയാൽ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ വൈമനസ്യം കാട്ടുകയാണെന്ന് കോൺഗ്രസ് വാകത്താനം മണ്ഡലം പ്രസിഡന്റ് PP പുന്നൂസ് പറഞ്ഞു. ഈ വാകത്താനം പഞ്ചായത്തിലെ ഉള്ള വഴികളും, അതായത് PWD റോഡുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡുകളും ഒന്നും ഒരു ഫണ്ടും കൊടുക്കാതെ ഗവൺമെൻറ് ചിറ്റമ്മ നയം കാണിക്കുകയാണ് നമ്മളുടെ MLA. അതുപോലെ തന്നെയാണ് പഞ്ചായത്തും കാണിക്കുന്നത്. ആ നീതിവിരഹിതമായ ഈ പ്രവൃത്തി അവസാനിപ്പിക്കണം. ഇവിടുത്തെ ഈ വഴികൾ, അത് അപകട ഭീഷണിയുള്ള വഴികൾ, അപകടം മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഈ വഴികൾ എത്രയും പെട്ടെന്ന് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അതുപോലെ തന്നെ പരിപാലന സ്കൂളിൻ്റെ മുമ്പിലുള്ള ഈ കൊടും വളവിൽ ഈ കഴിഞ്ഞ ദിവസം 3 സ്കൂട്ടറുകളാണ്, ഒരു വനിത ഉൾപ്പെടെ 3 സ്കൂട്ടറുകളാണ് ഇവിടെ മറിഞ്ഞ് അപകടം ഉണ്ടായി അവർ ആശുപത്രിയിലേക്ക് പോയത്. ഇതൊക്കെയും അവസാനിപ്പിച്ചില്ലെങ്കിൽ വാകത്താനത്തെ പൊതുജനം ഇതിനായിട്ട് ശക്തമായി പ്രതികരിക്കും. അധികൃതർ നിസ്സംഗത തുടരുകയാണെങ്കിൽ റോഡ് ഉപരോധിക്കേണ്ടി വരുമെന്ന് പൊതുപ്രവർത്തകൻ അജി വാണിയമ്പറമ്പിൽ പറഞ്ഞു. ഞാൻ ഈ സ്കൂളിൻ്റെ റെപ്രസെൻറ്റീവാണ്, പിള്ളേരുടെ പേരൻസിൻ്റെ റെപ്രസെൻറ്റീവാണ്. ഈ വഴി ഇത്രയും ശോചനീയാവസ്ഥയായിട്ട് നാളുകളായിട്ടും ഇവിടുത്തെ അധികാരികൾ കണ്ണു തുറക്കാത്ത ഈ അവസ്ഥയിലാണ് ഞങ്ങൾ ഇതുപോലെ കൂടേണ്ടി വന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വഴി പിക്കറ്റ് ചെയ്യാമെന്നുള്ള ഇത് വന്നു. ആദ്യമേ ഞങ്ങൾ ഗവൺമെൻറ് അധികാരികൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി എത്രയും വേഗം കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ തുടർ നടപടിയിലേക്ക് പേരൻസും പിള്ളേരുൾപ്പെടെ ഇവിടെ വഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം ഇന്ന് രാവിലെ എൻ്റെ മുമ്പിൽ വെച്ചാണ് ഒരു അമ്മയും മോനും കൂടെ ബൈക്കിൽ ഇവിടെ വീണത്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ പേരൻസ് പറയും നമുക്ക് എത്രയും വേഗം ഇവിടെ വഴി അങ്ങ് ബ്ലോക്ക് ആക്കാം. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് ആദ്യം അധികാരികൾക്ക് ഇത് കൊടുത്തിട്ട് അതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ബാക്കി നടപടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പേരൻസിനെ എല്ലാം പിടിച്ച് നിർത്തിയേക്കാണ്. ഇത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതെ എത്രയും വേഗം ഈ റോഡ് ക്ലിയർ ചെയ്ത് തന്ന്, ഈ റോഡ് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ ആൾക്കാരിപ്പം ഇതിലെ പോകാൻ പേടിക്കുകയാണ്. അതുപോലത്തെ കുഴികളാണ് വന്നിരിക്കുന്നത്. ഇതിന് ശാസ്ത്രമായ ഒരു പരിഹാരം ഉണ്ടാക്കി എത്രയും വേഗം റെഡിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് ഞങ്ങൾ ഇറങ്ങും. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ഈരാറ്റുപേട്ട തേവരുപാറയിലെ കാലപ്പഴക്കം മൂലം പ്രവർത്തനം നിർത്തിയ കൂറ്റൻ ജലസംഭരണി പൊളിച്ചു. ജല അതോറിറ്റിയുടെ കീഴിലുള്ള പൊതുമരാമത്ത് വിഭാഗമാണ് സാങ്കേതിക സഹായത്തോടെ ടാങ്ക് പൊളിച്ചത്. ജലസംഭരണിക്ക് 46 വർഷം പഴക്കമുണ്ട്. പ്രദേശത്ത് അമൃത് പദ്ധതി വഴി പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ പറഞ്ഞു. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെട്ട പുതിയ ഓഫീസ് സമുച്ചയം നാടിന് സമർപ്പിച്ചു. ഓഫീസ് ഉദ്ഘാടനവും ആധുനിക രീതിയിൽ നവീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനവും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷനിൽ പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിച്ചത്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കറുകച്ചാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇവിടേക്ക് മാറ്റും. ഇതോടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്ഥല സൗകര്യം ലഭിക്കും. ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു.
ആധുനിക രീതിയിൽ നവീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പരിമിതികൾക്കിടയിലാണ് നമ്മൾ സത്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ഭാവിയിൽ ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ ആവശ്യമുണ്ട്. കാരണം പഞ്ചായത്തിന് ഇവിടെ പറഞ്ഞതുപോലെ സ്ഥലലഭ്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും മികച്ച തരത്തിലേക്കുള്ള ഓഫീസുകളായി തന്നെ മാറിക്കഴിഞ്ഞു. ഏത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ സാങ്കേതികമായ ഒരുപാട് അഭ്യാസങ്ങളുണ്ട്, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും മാത്രം വികസനം കൊണ്ടുവരുന്ന കുറേ ആളുകളുണ്ട്. നമ്മളവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല, പക്ഷേ അതിനകത്തല്ല, ഇതിൻ്റെ പിന്നിൽ നല്ല അധ്വാനം. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഈ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് എത്രയോ ദിവസത്തെ അധ്വാനമുണ്ട്. ഒരു പ്രോജക്റ്റ് അംഗീകാരം എടുത്ത് DPC കൂടി അംഗീകാരം കൊടുത്ത് TS AS കിട്ടി ടെൻഡർ ചെയ്ത് ടെൻഡറുകാരൻ വന്ന് നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ മാത്രം ഉദ്ഘാടനം നടക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്ത കാര്യത്തിന് എത്രയോ ദിവസത്തെ പ്രക്രിയയുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങൾ വന്നാൽ അത് പ്രശ്നമായി. ഓഫീസ് നവീകരണത്തിന് ഓൺ ഫണ്ടിൽ നിന്നും 28 ലക്ഷം രൂപയും ഇന്റീരിയർ വർക്ക് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാൾ വൈദ്യുതീകരണത്തിന് ഓൺ ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപയും കോൺഫറൻസ് ഹാൾ മിനി ഓഡിറ്റോറിയം എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾക്ക് ഓൺ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിഷ കിരൺ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലത പ്രേംസാഗർ വികസന സ്മരണിക പ്രകാശനം ചെയ്തു. ലൈഫ് മിഷൻ പദ്ധതിയിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി നിർവഹിച്ചു. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ് T നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B ബിജുകുമാർ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഷാജൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീതാമണി രാജേന്ദ്രൻ, K ജയപ്രകാശ്, ഷീല പ്രസാദ്, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വർഗീസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജി നീലത്തുമുക്കിൽ, അമ്പിളി രാജേഷ്, അന്നമ്മ വർഗീസ്, അഡ്വക്കേറ്റ് കിരൺ കുമാർ, ജയമോൾ ടോമി, സുധാ തങ്കച്ചൻ, സുജാത റെജി, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഭീമ M, കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റബീഖ് TS എന്നിവർ പ്രസംഗിച്ചു. കറുകച്ചാൽ പഞ്ചായത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ കറുകച്ചാൽ NSS HSS, NSS BHS, NSS ഗേൾസ്, നെടുങ്ങാടപ്പള്ളി CMS വിദ്യാലയ പ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കലാസാംസ്കാരിക വിഭാഗമായ കാഞ്ഞിരപ്പള്ളി അമലയുടെ പുതിയ നാടകം ഒറ്റയുടെ അവതരണ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൻ നിർവഹിച്ചു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും പ്രത്യാശ നൽകുന്ന സന്ദർഭങ്ങളെ കോർത്തിണക്കി ആസ്വാദക ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് സാധിച്ചുവെന്ന് മാർ ജോസ് പുളിക്കൻ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും പ്രത്യാശ നൽകുന്ന സന്ദർഭങ്ങളെ കോർത്തിണക്കി ആസ്വാദക ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് സാധിച്ചുവെന്ന് മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള വേദികളൊക്കെ പലപ്പോഴും നിന്നു പോവുകയാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ നാടകത്തിന് ഇത്തിരി പ്രസക്തി ഉണ്ടായിരുന്നു. നാടകം കാണാൻ ആളൊത്തിരി ഒരുമിച്ച് കൂടുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പം നാടകവേദിയിൽ നിന്നും മാറി മറ്റു പല ഹ്രസ്വമായ ആസ്വാദനങ്ങളിലേക്കും ചില തകർപ്പൻ പരിപാടികളിലേക്കും ഗാനമേളയിലേക്കും ഒക്കെ ആളുകൾ വഴിമാറുന്നുണ്ട്. അത് കാലത്തിൻ്റെ മാറ്റമായി വരുമ്പോഴും നാടകവേദിയിൽ ആളുകളെ കൂട്ടാൻ കഴിയുന്ന ഒരു സമിതിയായിട്ട് അമല വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് അതൊരു ഒറ്റ തന്നെയാണ്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. നാടകത്തിലൂടെ മറ്റു പല സങ്കേതങ്ങളെക്കാൾ ഉപരി കൃത്യമായ ഒരു സന്ദേശം പകരാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഗാനമേളകൾക്ക് സന്ദേശം പകരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അതൊരു ആസ്വാദനം എന്നതിൽ കൂടുതലൊന്നും സാധിക്കുന്നില്ലെന്നാണ് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത്. മോശമാണെന്ന അർത്ഥത്തിലല്ല. പക്ഷെ നാടകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വളരെ ശക്തമായ പ്രമേയങ്ങൾ തറച്ചു കയറ്റുവാൻ പാകത്തിലുള്ള ഒരു സങ്കേതമാണ്. അത്തരം ഒരു സങ്കേതം നന്നായിട്ട് ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ പ്രയോജനപ്പെടുത്താനായിട്ട് അമലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് എത്രയോ വലിയൊരു ദൈവാനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി പറയുന്നു ഞാനിതിനെല്ലാം. വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ, KCBC മീഡിയ കമ്മീഷൻ മുൻ സെക്രട്ടറി ഫാദർ സിബു ഇരുമ്പിനിക്കൽ, നാടക സംവിധായകൻ രാജേഷ് ഇരുളം, അമല കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുവീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഹേമന്ത് കുമാറിൻ്റെ രചനയിൽ രാജേഷ് ഇരുളം സംവിധാനം നിർവഹിച്ച ഒറ്റ ലഹരിയിൽ ആടിയുലയുന്ന ജീവിതങ്ങളെയും കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ വേദനയെയും ഹൃദയസ്പർശിയായ വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. വർത്തമാനകാല സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികൾക്കിടയിലുള്ള അമിതമായിട്ടുള്ള രാസലഹരി ഉപയോഗം. അമിതമായെന്ന് പറയാൻ പറ്റില്ല, രാസലഹരി ഉപയോഗം. ലഹരി വിരുദ്ധ നാടകമാണിത് ശരിക്കും. പലപ്പോഴും ഇത്തരം നാടകങ്ങൾ ചെയ്യാൻ ഇവിടെയുള്ള പ്രൊഫഷണൽ നാടക സങ്കേതങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും അത് സാധ്യമാകാറില്ല. കാരണം ഇതിന് ആപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങളെ നമുക്ക് ഒരിക്കലും കിട്ടാറില്ലായിരുന്നു. കാരണം ഇപ്പോൾ കുട്ടികൾക്കിടയിൽ കാണുന്ന ഈ ഒരു വിഷയത്തെ പ്രതിനിധീകരിച്ച് ചെയ്യുമ്പോൾ ഇതിന് ആപ്റ്റായിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഈ നാടകത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് 5 പുതുമുഖങ്ങളാണ്. അതായത് 20 വയസ്സ് പ്രായമുള്ള 5 കുട്ടികളെ വെച്ചിട്ടാണ് ഈ നാടകം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്ദേശം ഈ നാടകം ഇവിടെയുള്ള കംപ്ലീറ്റ് സ്കൂളുകളിലും കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ ഈ നാടകം തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട്. കാരണം ഒരു ബോധവൽക്കരണ നാടകം കൂടിയാണിത്. ഇത്തരം നാടകങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് സർക്കാരിൻ്റെയും കൂടി ഒരു ആവശ്യമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ എന്ന ഈ നാടകം എന്ന് പറയുന്നത് വളരെ സാമൂഹികപരമായിട്ട് ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സാണ്. അപ്പോൾ അതുപോലെ പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മെസ്സേജ് ഉള്ളൊരു നാടകമാണ് ഈ ഒറ്റ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഇമോഷണൽ സിറ്റുവേഷൻസ്, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അവർക്ക് മക്കളില്ലാത്തതിൻ്റെ ഒരു വേദന, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു അച്ഛൻ്റെ വേദന, അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി നാടകമാണ്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ പിള്ളേരാരും ഈ മലയാള നാടകവേദി രംഗത്തേക്ക് വരാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നാടകത്തിലുണ്ടായിരുന്നു. അത് പുതിയൊരു പയ്യൻ്റെ ക്യാരക്ടറൊക്കെ എഴുതുമ്പോൾ ആര് വിളിക്കും, ആര് ചെയ്യും, അങ്ങനെ ഒരു ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരുപാട് പേര് വരികയും ഞാനൊക്കെ നാടകരംഗത്തിൽ ആദ്യമായിട്ട് വരികയൊക്കെ ചെയ്തു. ബ്രഹ്മയുടെ പാട്ടുപാടുന്ന വെള്ളായി അതിലൂടെയൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അമലയിലേക്ക് എന്നെ കൂടാതെ എൻ്റെ കൂട്ടത്തിൽ ഈ 4 പേര് പുതുതായിട്ട് ജോയിൻ ചെയ്തു. അവർ നാടകമായിട്ട് ഒരു പരിചയമില്ലാത്തവരാണ്. അപ്പോൾ അവർ അഭിനയിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു നമുക്കെന്താ പറയുക, ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് തിരിച്ചുവരവിനും അടിമപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനും പര്യാപ്തമായ നാടകം മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് കാണേണ്ടതാണെന്ന് പ്രശസ്ത സിനിമാ സംവിധായകൻ CV മലയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. തകർക്കപ്പെട്ട ജീവിതങ്ങൾക്കും തിരിച്ചുവരവ് സാധ്യമാണെന്ന ശുഭസൂചനയും നാടകം നൽകുന്നുണ്ട്. സംസ്ഥാന അവാർഡ് ജേതാക്കൾ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന നാടകത്തിൽ യുവ നടീനടന്മാരിലൂടെ തന്നെയാണ് യുവതലമുറയ്ക്കുള്ള സന്ദേശം ഒരുക്കിയിരിക്കുന്നത്. അവതരിപ്പിച്ച് 4 ദിവസത്തിനുള്ളിൽ 60 വേദികളിൽ അവതരിപ്പിക്കുന്നതിനാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ദൃശ്യ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.
ലഹരി വിരുദ്ധ നീക്കം ആദ്യം ഉയരേണ്ടത് നമ്മുടെ ഭവനങ്ങളിലാണെന്നും അവിടെ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം മക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുമെന്നും അതിൽ അമ്മമാരുടെ പങ്ക് വലുതാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ലഹരിക്കെതിരെ അമ്മമാരെ സജ്ജമാക്കുന്നതിനായി ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ച മദേഴ്സ് ഫ്രട്ടേണിറ്റി എഗെയിൻസ്റ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് എംഫാസ എന്ന കൂട്ടായ്മയുടെ ഉദ്ഘാടനം വാഴപ്പള്ളി സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ ലോഗോ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ പ്രകാശനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ലിൻസി വലിയപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റൂബിൾ രാജ് ആമുഖ പ്രസംഗം നടത്തി. താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപ്പർ കൗൺസിൽ പ്രസിഡന്റ് CJ ജോസഫ്, പ്രിൻസിപ്പൽ ഷിജി ജോൺസൺ, ഡോക്ടർ ജോർജ് പീഡിയേക്കൽ, ഡോക്ടർ ജോർജ് പടനിലം, ജോസുകുട്ടി കുട്ടമ്പേരൂർ, മുനിസിപ്പൽ കൗൺസിലർ പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബെന്നി സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. താലൂക്ക് റെസിഡൻസ് അപെക്സ് കൗൺസിൽ, അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂൾ, റേഡിയോ മീഡിയ വില്ലേജ്, എക്സൈസ് പോലീസ് വിഭാഗം, ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് നിങ്ങൾ അമ്മമാർക്ക് ഇതിനെതിരെ പോരാടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ജാഥയൊക്കെ നടത്താൻ എളുപ്പമാണ്. വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടൗൺ വരെ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ ജാഥ സംഘടിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വമേറുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കണം. അപ്പൊ നിങ്ങൾ പറയും, എന്റെ പിതാവ് ഇത് കൈവിട്ടു പോയി, ഇനിയും പറ്റുമോ? ഇനിയും പറ്റും. നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന ഏത് ചെറിയ ചലനങ്ങളും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു അന്തരീക്ഷം കൊടുക്കുക. പിന്നെ ഈ വഴക്കും വയലൻസും ഒന്ന് അവസാനിപ്പിക്കുക. ഇതൊക്കെയാണ് മാതാപിതാക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ലാഭകരമല്ലാത്ത സർവീസുകൾ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി പുലർച്ചെ പുറപ്പെടുന്ന എരുമേലി എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് നിർത്തി. പുലർച്ചെ 4:30 എരുമേലി ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് കണമല, പറത്താനം, ചോലത്തടം, മുണ്ടക്കയം, ഈരാറ്റുപേട്ട വഴി എറണാകുളത്തെത്തുന്ന സർവീസാണ് നിർത്തിയത്. പകരം ഈ ബസ് രാവിലെ 6:30 എരുമേലി തിരുവനന്തപുരം റൂട്ടിൽ ഫാസ്റ്റ് പാസഞ്ചറായി സർവീസ് ആരംഭിച്ചു. ഇതോടെ മലയോര മേഖലയിൽ നിന്നുള്ള ജനങ്ങൾക്ക് രാവിലെ എറണാകുളത്തെ ഓഫീസുകളിലും വിവിധ ആശുപത്രികളിലും എത്തുന്നതിനുള്ള സൗകര്യമാണ് ഇല്ലാതായത്. കളക്ഷൻ തീരെക്കുറവായതുമൂലം തുടർച്ചയായി നഷ്ടത്തിലോടിയതിനെ തുടർന്നാണ് സർവീസ് നിർത്തിയതെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി. വൈകിട്ട് ഈ ബസിന്റെ സമയത്ത് മറ്റൊരു ബസ് ഈ റൂട്ടിൽ സർവീസ് നടത്താൻ ശ്രമം നടത്തുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. പുതിയ തിരുവനന്തപുരം സർവീസ് രാവിലെ 6:30 എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പുറപ്പെട്ട് അവിടെ നിന്ന് കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്ത് 12-ന് എത്തിച്ചേരും. 1 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കോട്ടയം മുണ്ടക്കയം വഴി എരുമേലിയിൽ രാത്രി 8:30 എത്തുന്നതാണ് സർവീസ്. മോദി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ തലകുനിക്കേണ്ട ഗതികേടിലാണെന്ന് KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ. ക്രിസ്ത്യൻ മിഷനറിമാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച വാഴത്തോപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമ്പനയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AP ഉസ്മാൻ. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. കരിമ്പൻ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും ധർണയിലും കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം അധ്യക്ഷത വഹിച്ചു. യോഗം KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മോഡി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കേണ്ട ഗതികേടിലാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആത്മീയ പ്രവർത്തനം നടത്തുന്നവർക്ക്, സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നവർക്ക് സ്വതന്ത്രമായത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ ഓരോ ഭാരതീയ പൗരനും നമ്മുടെ രാജ്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഗതികേടാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അവസരം ആഗ്രഹിക്കുന്നു. സന്യാസിനിമാരെ കൽത്തുലങ്കിലടച്ചത് ഒരൊറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണുന്നില്ല. ജബൽപൂരിൽ വൈദികനെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരെയും അതിക്രൂരമായി ബന്ധിച്ച് ജയിലിലടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ. INTUC ജില്ലാ സെക്രട്ടറി PD ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച് DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട്, വനിതാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാലി ബാബു, റിൻസി സിബി, ശശികല രാജു, സണ്ണി മാത്യു, ബാബു ജോർജ്, റിൻഡു സുഭാഷ്, TJ കുര്യൻ, K ഗോപി, ആലിസ് ജോയ് എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി.
പ്രൈം ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.